അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇത് വന്നിട്ടിപ്പോൾ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കാണിക്കുന്ന. 1 കപ്പ് മൈദ, 1/4 കപ്പ് പഞ്ചസാര, കുറച്ച് ബേക്കിംഗ് പൗഡറും കുറച്ച് ബേക്കിംഗ് സോഡ, അത് പിന്നെ 1 ടീസ്പൂൺ ഏലക്കപ്പൊടി, ഇത് 1.5 ടേബിൾ സ്പൂൺ നെയ്യ്, പശു നെയ്യില്ലേ അത്. ഓക്കെ, പിന്നെ ഒരു പിഞ്ച് ഉപ്പിടണം. ഇട്ടിട്ട് ഇതാദ്യം ഒന്ന് നല്ലോണം കുഴച്ചിട്ട് എല്ലാം മിക്സ് ചെയ്തേക്ക്. ഈ മാവ് ഇതിൽ നെയ്യെല്ലാം നല്ലോണം മിക്സ് ആയതിൻ്റെ ശേഷം ലേശം തണ്ണി ഒഴിച്ചിട്ട്, ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അത് ഒന്ന് നമ്മൾ ചപ്പാത്തിൻ്റെ മാവ് കുഴക്കുന്നില്ല അതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. ഇത് നല്ല സ്വീറ്റാണ്, ക്രിസ്പി ആയിട്ടുണ്ടാവും, നന്നായിട്ടുണ്ട്, സോഫ്റ്റായിട്ടും ഉണ്ടാവും കേട്ടോ. ബിസ്ക്കറ്റ് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുക. ഇതാ അപ്പോൾ ഇത് കുഴച്ച് കഴിഞ്ഞ് ഇത് ഇങ്ങനെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നല്ല വെക്കണമെന്നില്ല, കുഴച്ചിട്ട് അവിടെ കുറേ നേരം വെക്കണം അങ്ങനെയൊന്നുമില്ല. കുഴച്ച പാട് പരത്തിയിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് കുഴച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഇതാ കണ്ട ഉള്ളി നല്ലോണം ഇതായിട്ടുണ്ട് കണ്ട, വേഗം വിട്ട് വരുന്നത് പോലെ. അപ്പോൾ എന്നിട്ട് നമ്മൾ ചെറിയ ഉരുട്ടയാക്കിയിട്ട് കുറച്ച് തടിങ്ങനെ, ചപ്പാത്തി ഭയങ്കര നേരിയതല്ല, കുറച്ച് തടിങ്ങനെ വന്നിട്ട് പരത്തണം. ഇതിലൊരു 3 ഉരുട്ട വരും വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ കുഴച്ചിട്ട് പരത്തിയതിൻ്റെ ശേഷം ഇതുപോലെ കഷ്ണം, നിങ്ങൾക്ക് വട്ടത്ത് മുറിക്കുന്ന എന്തെങ്കിലും മൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ സ്ക്വയറായിട്ടാണ് മുറിക്കുന്നത് കേട്ടോ. അങ്ങനെ നീട്ടത്ത് മുറിച്ചിട്ട് പിന്നെ മറ്റേ ഇതുപോലെ തിരിച്ചിട്ട് മറ്റേ പോലെ സൈഡിലേക്ക് മുറിച്ചാൽ കഷ്ണം ക്യൂബ്സ് ആയിട്ട് വരും. ഇങ്ങനെ ഒന്ന് മുറിച്ചാൽ മതി. മക്കൾക്ക് നല്ല ടേസ്റ്റായിട്ട് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ പിന്നെ ഒരു ചീൻചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഇടാൻ. ഇത് ഹൈ ഫ്ലെയിം വെക്കരുത്, അടുപ്പ് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഹൈയിൽ വെച്ചാൽ പൊരിഞ്ഞു പോവും, ഉള്ളിൽ വേകില്ല. സിമ്മാക്കി എണ്ണ കുടിച്ചു പോകും. അപ്പോൾ മീഡിയത്തിൽ വെച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ മേലെ പൊന്തി വരും. കുറച്ച് വേകുമ്പോൾ കണ്ട എല്ലാം മേലേക്ക് പൊന്തി വന്ന്, അപ്പോൾ വെന്തെന്നർത്ഥം. അതിൻ്റെ ശേഷം തിരിച്ച് കുറച്ച് മറിച്ചിട്ടേക്ക്, ഈ സൈഡെല്ലാം തിരിച്ച് കുറച്ച് ബ്രൗൺ ആക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ വേണ്ട നല്ല തടിച്ചിട്ട് നല്ല പൊന്തിയിട്ട് ബിസ്ക്കറ്റ് പോലെ ആയിട്ടുണ്ടല്ലോ. ഇപ്പോൾ തിരിച്ചിട്ട് കുറച്ച് ഇതിന് നല്ലോണം വേകട്ടെ, ഉള്ളു ബ്രൗൺ ആകും. കുറച്ച് ബ്രൗൺ കളർ ആയതിൻ്റെ ശേഷം എടുത്താൽ മതി. ഇപ്പോൾ വൈറ്റ് ആയിട്ടുണ്ട്, കുറച്ചും കൂടി ബ്രൗൺ ആണോ. അതിൻ്റെ ശേഷം അത് അടുപ്പ് വന്നിട്ട് ഭയങ്കര സിമ്മല്ല ഹൈയോ അല്ല കേട്ടോ, മീഡിയത്തിലേ വെച്ചെടുക്കണം, എന്നാലും നന്നായിട്ടുണ്ടാകും നിങ്ങൾക്ക്. ഇതായിപ്പോൾ പൊരിച്ച് കഴിഞ്ഞ്. ഓക്കെ, എല്ലാം എടുത്തിട്ട് കോരിയേക്ക്. പിന്നെ അടുത്ത നെക്സ്റ്റ് ഇത് ഇട്ടേക്ക്. ഇതൊന്നും ഇങ്ങനെ നമ്മൾ പരത്തുമ്പോൾ കുറേ പൊടിയിട്ടിട്ട് പരത്തണമെന്ന് ആവശ്യമില്ല. പൊടിയിട്ടാൽ എന്താവും, എണ്ണയെല്ലാം കറുത്തു പോവും നമ്മൾ പൊരിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇതായിട്ട് കുറച്ച് മാവ് ഇട്ടിട്ട് പരത്തിയെടുത്താൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. എണ്ണ വെടക്കാവില്ല, അല്ലെങ്കിൽ എണ്ണയിലെല്ലാം ഒരു കറുത്ത പൊടീൻ്റെ കറുപ്പുണ്ടാവും. സാധാരണ നമ്മൾ പൊരിക്കുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്കെല്ലാം. നല്ലാണ്ട് സൗണ്ട് നോക്ക്, കിടക്കുന്ന സൗണ്ട് വേണ്ട. ട്രൈ ചെയ്ത് നോക്ക്. പല്ലില്ലാത്ത ആൾക്കാർക്കും കഴിക്കാൻ പറ്റും, കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാം. നല്ല ഒരു സ്നാക്സാണ്, ട്രൈ ചെയ്ത് നോക്കി. ഇങ്ങനെ വേഗം പൊട്ടും. ഓക്കെ, ബൈ, താങ്ക് യു.